വലിയ അത്ഭുതമാണ് ജീവിതം. ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഒരു വലിയ വലിയ ഘോഷയാത്ര നടന്നാലോ? അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ജീവിതം. വളരെ കുട്ടിക്കാലത്ത് 3.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായി ഒരു ഗുരുവിന് ദക്ഷിണ കൊടുക്കുന്നത്. തബല പഠിക്കുവാനായിരുന്നു നിയോഗം. തബലയോടുള്ള അമിതമായ പ്രണയം. അങ്ങനെ ഒരുപാട് പ്രണയിച്ച് വീട്ടിലന്നൊരു തബല വാങ്ങാനുള്ള പണമില്ല. അങ്ങനെ വളരെ ഒരു ബന്ധുവിൻ്റെ സഹായത്താൽ അങ്ങനെ എനിക്കൊരു തബല ആദ്യമായിട്ട് കിട്ടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തബലയുടെ വർക്കുള്ളത് കൊണ്ടിട്ട് അദ്ദേഹം അത് ചെയ്തു തന്നു, അവരുടെ വീട്ടുകാർ പോലും അറിയാതെ. അപ്പം അതിടാനുള്ളൊരു കവറ് പോലും നമ്മുടെ കയ്യിലില്ല. അങ്ങനെ അതുമൊക്കെ പിടിച്ച് ഒരു പേപ്പറിൽ കെട്ടി ഇങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ വളരെ ആശിച്ചുണ്ടായൊരു തബല, ആ തബല നെല്ലെ കൊണ്ട് വീട്ടിൽ വെച്ചു. ചെറിയ ചെറിയ പരിപാടികളൊക്കെ സ്കൂളിലൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. ഒരു ദിവസം നമ്മുടെ അടുത്തുള്ള ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഈ തബലയൊന്ന് എനിക്ക് പ്രോഗ്രാമിന് വായിക്കാൻ തരുമോ എന്നുള്ളൊരു വലിയ ചേട്ടനാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാധിക്കില്ല, കാരണം ഞാൻ എൻ്റെ ഒരു കാര്യവും കൊടുക്കില്ല, എനിക്ക് അന്നും ഇഷ്ടമല്ല, ഇന്നും ഇഷ്ടമല്ല, അപ്പോൾ അത് തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശേഷം അദ്ദേഹം പോയതിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഈ തബല 2ആയിട്ട് കീറി, പൊട്ടിപ്പോയി എൻ്റെ തോല്. വീണ്ടും അദ്ദേഹത്തിൻ്റെക്ക് കൊണ്ടിരുന്നു, നമ്മൾ കെട്ടിക്കുന്നു, വീണ്ടും വീണ്ടും തബലയുടെ തോല് വല്ലാതെ പൊട്ടുന്നു. അങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു, ഇവിടെ അടുത്ത് നമ്മുടെ വീടിനോടടുത്ത് കോട്ടയം ജില്ലയിൽ ഒരു ഫാദർ പീലിയാനിക്കലുണ്ട്, പീലിയാനിക്കൽ അച്ഛൻ അന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള രാജമറ്റം എന്ന് പറയുന്ന പള്ളിയിലാണ്, രാജമറ്റം പള്ളിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തെ പോയി ഒന്ന് കാണുക, ചിലപ്പോൾ ഗുണപ്പെട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മറ്റൊരാളെയും കൂട്ടിയിട്ട് മെല്ലെ ഈ അച്ഛനെ കാണാൻ പോവുകയാണ്. അപ്പം അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പൊതുവിൽ അറിയാമല്ലോ, ഒരു വെളുത്ത ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ഒരു അച്ഛനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അവിടെ ചെന്നപ്പോൾ നേരെ തിരിച്ച് എല്ലാ മതസ്ഥരായിട്ടുള്ള ആൾക്കാരുണ്ട്. അച്ഛൻ കാവിയാണ് ഇട്ടിരിക്കുന്നത്, രുദ്രാക്ഷമാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്, ഭസ്മക്കുറി വരച്ചിട്ടുണ്ട്. ഞാൻ ആകെപ്പെട്ടു. കുട്ടിക്കാലാണ്, എന്നാലും ഞാൻ വിചാരിച്ചൊരു സന്യാസി ആയിരിക്കും അന്നത്തെ രീതിയിൽ. അവസാനം അച്ഛൻ്റെക്ക് ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ അച്ഛന് കാര്യം പിടികിട്ടി. അച്ഛൻ ചിരിച്ചിട്ട് അവിടെ ഇരുന്നൊരു ചെറിയ സ്റ്റീലിൻ്റെ കുരിശ്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 2 സ്റ്റീലിൻ്റെ കുരിശെടുത്തു. ആ കുരിശ് 2 എടുത്തിട്ട് അച്ഛൻ എന്തൊക്കെയോ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ കുരിശിട്ടിട്ട് ഇത് ഈ നമ്മുടെ കുറ്റിയില്ലേ, കുറ്റിക്കകത്തിട്ടിട്ട് കെട്ടാൻ പറഞ്ഞു. അങ്ങനെ കെട്ടിയിട്ട് 3 വർഷത്തിനകത്ത് നിൻ്റെ തബല പൊട്ടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ പൈസ മുടക്കിക്കൊള്ളാമെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു വലിയ അത്ഭുതമായിരുന്നു. ഞാൻ ഇദ്ദേഹത്തിലേക്ക് കൊണ്ടുവന്നു, ഇതൊന്ന് ഇട്ട് കെട്ടണം കേട്ടോ, ഒരു വിശ്വാസമാണ്. അദ്ദേഹം അതൊന്നും ചോദിച്ചില്ല, പുള്ളിയുടെ ജോലി ചെയ്തു, പുള്ളി അത് കെട്ടിത്തന്നു. അത്ഭുതമെന്ന് പറയേണ്ടു, ആ വർഷത്തിൽ ഈ പറഞ്ഞ 3 വർഷമില്ലേ, ഈ 3 വർഷം തബലയുടെ നടുക്കുള്ളൊരു സംഗതിയിൽ എനിക്ക് കളാന്നാണ് പറയുന്നത്, അതുപോലും ഇളകാതെ 3 വർഷം നിന്നു. ഇതൊരു വല്ലാത്ത സംഭവമായിരുന്നു. തബല ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന, ഡെയിലി വായിക്കുന്ന ആളായിരുന്നു. എന്നിട്ട് കൂടി എൻ്റെ കള പോലും പോയില്ല എന്നുള്ളതാണ്. അതിൻ്റെ തോല് നമുക്ക് ഏകദേശം ഒരു 5-6 വർഷത്തോളം ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം നിരന്തരമായി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരുന്ന ഈ തബല ഇതെങ്ങനെ ആക്കി എന്നുള്ളത് എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. പിന്നെ അച്ഛനെ കണ്ടപ്പം മുതൽ എനിക്കും അങ്ങനെ ഒരു അച്ഛനാകണമെന്നൊരാഗ്രഹം. കാരണം നല്ല രസമുണ്ട്, കാരണം ഒരുപാട് പേര് അച്ഛനെ വരുന്ന, അച്ഛൻ എന്തൊക്കെയോ ജപിച്ചു കൊടുക്കുക, കല്ലുപ്പോ വറ്റൽമുളകോ കടുകോ കുരുമുളകോ എന്തൊക്കെ ജപിച്ചു കൊടുക്കും. അതിന് കഴിയുമ്പോൾ അച്ഛനെ കണ്ട് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു, അച്ഛനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു. അച്ഛൻ എല്ലാവരെയും ഒരു വലിയൊരു ബഹുമാനിതനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതെൻ്റെ ഉള്ളിൽ ഭയങ്കരമായൊരു തരംഗം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇതൊക്കെ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാമെന്ന് ചോദിച്ചു. അച്ഛൻ ചിരിച്ചു, കൊച്ചല്ലേ. പക്ഷെ വീണ്ടും ഞാനൊരു 6-7 സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത്, 6-7 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ചേറെ പ്രശ്നം ഉണ്ടായപ്പോൾ വീണ്ടും ഞാൻ അച്ഛനെ പോയി കാണുകയാണ്. അപ്പോൾ അതിനുശേഷം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ നീ അല്ലേ അന്ന് പറഞ്ഞത് പഠിപ്പിക്കണമെന്ന്, നിനക്കിപ്പോൾ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട് അച്ഛോ. അപ്പോൾ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ, വളരെ ചെറിയ 1-2 കാര്യങ്ങൾ, ഈ കല്ലുപ്പ് പ്രാർത്ഥിക്കുന്നതും അതുപോലെ കടുക് മുളകൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ അച്ഛനെ ഒരു പേപ്പറിൽ എഴുതി തന്നു. എന്നിട്ട് ഇന്ന പോലൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു ഭയങ്കരമായ അറിവായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും തമ്മിലുള്ളൊരു ബന്ധം അങ്ങനെ ശക്തമായി. പിന്നെ അച്ഛനിങ്ങനെ പല പള്ളികളിലൊക്കെ പോകുമ്പോഴും ഒക്കെ തന്നെ ഞാൻ അച്ഛനെ തപ്പിച്ചെല്ലാറുണ്ട്. എന്നെയും വലിയ കാര്യം, കാരണം ഞാൻ അന്ന് അച്ഛന് കൊടുത്തിരുന്ന ഒരു രുദ്രാക്ഷമാല ആണ് അച്ഛനന്ന് കഴുത്തിൽ ധരിച്ചിരുന്നത്. അപ്പോൾ പീലിയാനിക്കൽ അച്ഛനോടുള്ള സ്നേഹവും വാത്സല്യവും അദ്ദേഹത്തിന് എന്നോടുള്ള ഒരു സ്നേഹവും എവിടെ വെച്ച് കണ്ടില്ല. അദ്ദേഹം ഒരു പറന്നൊരു ജീപ്പിലാണ് വരിക, മുടിയൊക്കെ ഇത്രയും വളർത്തിയിട്ടുണ്ട്, ഒരു മഹാമാന്ത്രികനെ പോലെ ആണ് വരിക. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വരുന്നു, ഇപ്പോൾ റോഡിൽ വെച്ചൊക്കെ വണ്ടി ചവിട്ടിയിട്ട് എന്നാ ഹരി ഇവിടെ നിൽക്കുന്ന, കയറിയിട്ട് എന്ന് പറയും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അച്ഛൻ്റെ കൂടെ ഇരിക്കാനുള്ളൊരു സന്തോഷത്തിൽ കയറും. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ളൊരു വല്ലാത്ത ബന്ധമായിരുന്നു അച്ഛനുമായിട്ട് ഞാൻ.
അപ്പോൾ അങ്ങനെ അച്ഛന് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പം, എടാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുണ്ട് കേട്ടോ, കടമറ്റത്ത് കത്തനാർ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കത്തനാരുടെ കഥയൊക്കെ വായിച്ച് അങ്ങനെ ഇമ്പ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ നമ്മുടെ ഒരു എന്താണ് പറയുന്നത്, ഒരു സൂപ്പർ ഹീറോയാണ് ഈ കടമറ്റത്ത് കത്തനാരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു സെൻറ്റ് മേരീസ് UP സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അച്ഛനുണ്ട്, പള്ളിയുണ്ട്. അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വന്നുകൊണ്ട് ഇതിനോട് വല്ലാത്തൊരു പ്രണയവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആയിത്തീരണം എന്നുള്ള ഒരു ബോധ്യം അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്ന സമയത്താണ്, ഞാനൊരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണെന്ന് എൻ്റെ ഓർമ്മ, വ്യക്തമായ ഓർമ്മയില്ല, എന്നാലും ഏകദേശം അത് തന്നെ ആയിരിക്കണം. കലാനിലയം എന്ന് പറയുന്ന നാടകമേളക്കാരി കടമറ്റത്ത് കത്തനാരെന്ന് പറഞ്ഞൊരു വലിയ സംഭവം. അവിടെ നമ്മുടെ അന്ന് ഞാൻ ആ സമയത്ത് NS സ്കൂളിലാണ് പഠിക്കുന്നത്. ആ സ്കൂളിന് ഗ്രൗണ്ടിൽ വരികയാണ്. അപ്പോൾ അവിടെ 3 ഷോ ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരദൻ കേരളത്തിൽ എന്ന് പറഞ്ഞത്, പിന്നെ കടമറ്റത്ത് കത്തനാർ, രക്തരക്ഷസ്. അപ്പോൾ കത്തനാർ കാണാൻ ഞാനും എൻ്റെ അനിയൻ കൊച്ചച്ഛനോടെ പോയി ഇതിങ്ങനെ കണ്ടു. അത് കണ്ടപ്പോൾ അടുത്തൊരു ലെവലിലേക്കായി ആഗ്രഹങ്ങളുടെ ഒരിത്. അപ്പം കുറച്ചേറെ മന്ത്രങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിലിയാനിക്ക് വെച്ച് തന്നതും മറ്റ് കുറച്ചേറെ അച്ഛന്മാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അവരൊക്കെ തന്ന മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അല്ലാതെ ഗുരുക്കന്മാർ പഠിപ്പിച്ചതുണ്ട്. ഇതൊക്കെ വെച്ച് ചെറിയൊരു കത്തനാരായിട്ട് നമ്മളിങ്ങനെ കയറി വരുന്നൊരു സമയമാണ്. എന്നാൽ കത്തനാർ കാണിച്ച അത്ഭുതങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. വാഴയിൽ വെട്ടിയിട്ട് പോയതും യക്ഷിയെ പിടിച്ച് ആണി കൊണ്ട് തറച്ചതും എന്നുള്ളപ്പോഴെയുള്ള എല്ലാ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയാണ് സാധാരണഗതിയിൽ നിന്ന് വിട്ടിട്ട് യാത്രകൾ ഇങ്ങനെ പോയി ഫാദർ ജിയോ കപ്പലുമാക്കലിനെ കണ്ടെത്തുന്നത്. ജിയോ കപ്പലുമാക്കലിനെ കണ്ടെത്തിയപ്പോൾ ഞാൻ കണ്ട ഒരച്ഛനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അച്ഛനെ കാണാൻ ചെല്ലുമ്പോൾ ഒരു പഴയ നമ്മൾ മക്കുക്കാർ എന്നൊക്കെ വിളിക്കില്ലേ, അത്തരത്തിലൊരു കാർ അച്ഛൻ്റെ സിറ്റൗട്ടിൽ അവിടെ കാർ പോർച്ചിൽ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ചുക്കിലി വലകളൊക്കെ കൊണ്ട് പഴയ കാലത്തെ റൗണ്ട് ലൈറ്റും ഒക്കെ വന്നിട്ടുണ്ട്. അച്ഛനിങ്ങനെ അച്ഛന് പൊക്ക കുറവാണ്. അപ്പോൾ അച്ഛനിങ്ങനെ നടന്നു വരുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ബൈബിളും ഇതുപോലെ തന്നെ ഒരു കുരിശും ഒക്കെ പിടിച്ച് നടന്നു വരുന്ന ആൾക്കാരെല്ലാം ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നു. പിന്നെ ബാധകളായി, ഭൂതകളായി, അത് ഒഴിപ്പിക്കലായി, അങ്ങനെ അച്ഛനുമായിട്ടുള്ള സൗഹൃദം അതിശക്തമായി. അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രത്യേക രീതിയാണ് അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അദ്ദേഹം അത് സൈക്കോ റിലീജിയസ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവരൊക്കെ പിന്നീട് അച്ഛനെ നന്നായിട്ട് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ആ ബഹുമാനം ഇരട്ടിക്കാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത് ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. അതൊരു വലിയ കഥയായിട്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അത്തരത്തിൽ ഇതങ്ങോട്ട് തലയിൽ പിടിച്ചിട്ട് പല മാന്ത്രികരായിട്ടുള്ള ആൾക്കാരുടെ കഥകൾ ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ പുസ്തകം വായിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് കയറും ഇതെല്ലാം. പിന്നെ ഈ നാടകം, കലാപരമായ കഴിവുകൾ, മാജിക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മാജിക്കൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ പല വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പുസ്തകങ്ങളൊക്കെ മെല്ലെ വരുത്തി ആദ്യമൊക്കെ പഠിക്കുന്നു, പിന്നെ ഗുരുക്കന്മാരെ കണ്ട് പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, ഗുരുക്കന്മാരെ കണ്ടെത്തുന്നു. അവർ പഠിപ്പിക്കുന്നതൊന്നും നമുക്ക് പോരാ. കാരണം അവർ പഠിപ്പിക്കുന്നത് ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ ഇൻസ്ട്രുമെൻറ്റുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങളും കൈയടക്ക വിദ്യകളും. എനിക്കതൊന്നും അല്ല പോകേണ്ടത്. എനിക്ക് വാഴക്കുന്നം നമ്പൂതിരിയെ പോലെ വാഴക്കുന്നം കാണിച്ചിരുന്ന അത്ഭുതങ്ങൾ, അതുപോലെ തന്നെ കടമറ്റത്ത് കത്തനാരുടെ അത്ഭുതങ്ങൾ, ഇതൊക്കെ ആയിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ആവശ്യം വേണ്ടത്. ഇതാരും അങ്ങോട്ട് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ വാഴക്കുന്നതിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള പല ഗുരുക്കന്മാരുടെ കീഴിൽ ഞാൻ ശിഷ്യത്വം സ്വീകരിച്ചു. അത് ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയപ്പോഴൊക്കെ തന്നെ ഇവരെല്ലാം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം എല്ലാവരെയും ശിഷ്യന്മാരൊക്കെ ആഗ്രഹമുള്ളവരെയൊക്കെ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ഗുരുനാഥൻ ചെയ്യുന്ന ആ ഒരു ഇഫക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് അവർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് തപ്പി ഞാൻ ഒരുപാട് കാലങ്ങൾ നടന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇവരെ എല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മാജിക്കാണ്. പക്ഷേ ഇതിനകത്ത് ഞാൻ വിശ്വസിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു മാജിക്ക് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആ അവതരിപ്പിക്കുന്നതിന് മുന്നിലൊരു മാജിക് ഉണ്ട്. അതിന് അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും. ഒരു അന്തരീക്ഷം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മജീഷ്യനാണെന്ന് പറയുമ്പോൾ നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ എന്നാൽ ഒരു മാജിക് കാണിച്ചേ എന്നായിരിക്കും പറയാം. ഇപ്പോൾ ഒരു മെൻ്റലിസ്റ്റാണ് എന്ന് പറയുമ്പോൾ എന്നാൽ എൻ്റെ മനസ്സൊന്ന് വായിക്കൂ, ഇങ്ങനെയായിരിക്കും പറയാം. ഈ പറയുന്ന വാഴക്കുന്ന നീലകണ്ഠ നമ്പൂതിരിമാർ, അതുപോലെ തന്നെ കടമറ്റത്ത് കത്തനാർ, ഇവർ ചെയ്തിട്ടുള്ള ഒന്നും ഇങ്ങനെയുള്ളവ ആയിരുന്നില്ല എന്നുള്ളത് തന്നെ അത്ഭുത സ്തബ്ധനാക്കി. പിന്നെ ടർബൽ കോഴ്സ് എന്ന് പറയുന്ന 8 വോളിയം വരുന്ന വലിയ ടർബൽ കോഴ്സ് എടുത്ത് പഠിച്ചപ്പോൾ അതിൻ്റെ മാജിക്കിൻ്റെ ഹിസ്റ്ററിയൊക്കെ പഠിച്ചു വന്നപ്പോൾ ഇത് എല്ലാ മതങ്ങളിലും മോശ പാമ്പിനാക്കി മാറ്റിയതും പാമ്പ് വടിയായതുമായുള്ള ഒരുപാട് കഥകൾ, അത് ഇസ്ലാമായാലും ക്രിസ്ത്യനായാലും ഹിന്ദു ആയാലും എല്ലാത്തിലും ദൈവമുണ്ടോ അവിടെ അത്ഭുതമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പിന്നെ ചിന്തിക്കുക ഇതെങ്ങനെ സാധിക്കാമെന്നുള്ളത്. അങ്ങനെ യാദൃശ്യമായിട്ട് തപ്പി നമ്മളിങ്ങനെ ചെന്ന സമയത്താണ് ഒരാൾ മാങ്ങേൻ്റെയൊക്കെ മുളപ്പിച്ചിട്ട് കിളിപ്പിച്ചെടുക്കുന്നു. ചെർപ്പുളശ്ശേരി ഷംസുദ്ദീൻ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അറിയാലോ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഒന്നും പറഞ്ഞു തരത്തില്ല. മാങ്ങേൻ്റെ മുളപ്പിച്ച് നമുക്കത് പൂളി തരും. നല്ല ടേസ്റ്റുള്ള മാങ്ങ കിട്ടുകയും ചെയ്യും. ഏത് സീസണിലും കിട്ടും.
അങ്ങനെ അദ്ദേഹമായിട്ട് കണക്ട് ചെയ്ത് അദ്ദേഹത്തെ നമ്മുടെ അക്കാഡമിയിൽ കൊണ്ടുവരുന്നു. ഇതൊക്കെ ആയപ്പോഴും അതൊക്കെ ഒരു അത്ഭുതമായിട്ട് നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ്. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ് അദ്ദേഹം ചെയ്തു വെക്കുന്നത്. ഇതെല്ലാം തമ്മിൽ ആകെ അങ്ങനെ പ്രശ്നങ്ങളിലായി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഈ ഫാദർ ജി എ കപ്പലുമാക്കലും ഫാദർ പീലിയാരിക്കലും ഉൾപ്പെടെ ഒരുപാട് അച്ഛന്മാർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇവരൊക്കെ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങൾക്കൊക്കെ ഒരു ലിമിറ്റില്ല. അത് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. കാരണം ആരും ചെയ്യാൻ മേലാത്ത കുറച്ച്, അത് മാജിക് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, മാജിക് ട്രിക്കുകളാണ്. അപ്പം യാദൃശ്യമായിട്ട് ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഈ പറയുന്ന പോസ്റ്റ് ഓഫീസിൽ പോകും ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ബുക്ക് കളക്ട് ചെയ്യാൻ വരുമ്പോൾ അവിടെ ഒരു പ്രായം ചെന്ന ഒരാളിരിക്കും. ഇതൊക്കെ ചില നിയോഗങ്ങളെന്നാണ് ഞാൻ പറയുന്നത്. പ്രായം ചെന്ന ഒരാൾ ഇങ്ങനെ ഇരിക്കും. അയാൾ ചോദിക്കും, എവിടെ വരെയായി മാജിക് പഠിത്തമൊക്കെ എന്തും ചോദിക്കും. ഞാൻ പറഞ്ഞ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശരി. ഏത് തലം വരെ എത്തി ഇപ്പോൾ? മാജിക്, മായാജാലം, ഇന്ദ്രജാലം, അതുപോലെ തന്നെ കൺകെട്ട്, അത് മഹേന്ദ്രജാലം, ഇതൊക്കെ പഠിച്ചോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെയൊക്കെ സംഗതി ഉണ്ട്. അപ്പം നമ്മൾ പഠിക്കുന്ന ട്രിക്കുകളാണ്, അതിനകത്ത് എന്താണ് മാജിക് മാത്രം. അദ്ദേഹം വേണ്ടി ചോദിക്കണേ, മാജിക് വരെ ആയുള്ളൂ അല്ലേ? അപ്പോൾ എൻ്റെ പ്രശ്നമായി, എൻ്റെ മനസ്സ് പ്രശ്നമാണ്. ഇതിനപ്പുറത്തേക്ക് എന്തോ ഒരു സാധനം പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഗുരുനാഥൻ എനിക്ക് തന്ന ഒരു മാജിക്കിൻ്റെ ഒരു മാഗസീനാണ്. മാഗസീൻ വായിച്ചപ്പോൾ ഈ വാഴക്കുന്നം അതിനകത്ത് പറയുന്നുണ്ട്, എല്ലാവരും മാജിക്ക് ചെയ്യുന്നുണ്ട്, മാജിക്കിനപ്പുറത്തേക്കും ഒരു ലോകമുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുകയും അതിനകത്ത് കുറച്ച് ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വീണ്ടും എൻ്റെ പിടിവിട്ടു. വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് ആ ഗ്രന്ഥങ്ങളെല്ലാം കൂടെ കളക്ട് ചെയ്തു. ഗുരുക്കന്മാർ പലരിൽ നിന്ന് കളക്ട് ചെയ്തു. അത് വെച്ചുള്ള പരീക്ഷണങ്ങളായി. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 41 ദിവസമുള്ള ശവക്കോട്ടയിൽ മൂർത്തികളെ ആവാഹിക്കാൻ വേണ്ടി പോയിരുന്നതും പിടിച്ചതുമായുള്ള ഒരുപാട് കഥകൾ ഞാൻ പല വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഇങ്ങനൊരു യാത്രയോട് യാത്ര. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള അപസ്മാരങ്ങൾ, ഭൂതബാധ, പ്രേത, പിശാചബാധകൾ, ഇതൊക്കെ ഈ പറയുന്നവരൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കടമറ്റത്ത് കത്തനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏടുകൾ എടുത്താൽ പരിശോധിച്ചാൽ അത് മാത്രമേ ഉള്ളൂ. അത്രമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് അതിൻ്റെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് കഥ അറിയാമല്ലോ. അദ്ദേഹം നമ്മുടെ ആബേൽ പിതാവിൻ്റെ ഇതായിട്ട് വരികയും അച്ഛനമ്മമാർ മരിച്ചു പോവുകയും ഒന്നും ഞാൻ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ ആബേൽ അച്ഛനാണ് അദ്ദേഹത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത്. ഒരിക്കൽ അദ്ദേഹം പശുവിനെ തേടി പോയ കഥയും ആ പശുവിനെ കാണാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ആ കൂടെ അച്ഛനെയും കാണാതായി ആബേൽ പിതാവ് ആകെപ്പാടെ വിഷമിച്ചു എന്ന് പറയുന്ന കഥകളുമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം കാട്ടിലൂടെ മേഞ്ഞു നടന്നുവെന്നും അവിടുന്ന് ഒരുപാട് കാട്ടാളന്മാരായിട്ടുള്ള ആൾക്കാർ വന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി എന്നും അദ്ദേഹത്തെ കഴിക്കാൻ വേണ്ടി അവർ തുടങ്ങിയപ്പോൾ അതിൽ മൂപ്പനായിരുന്ന ആൾ സമ്മതിച്ചില്ല എന്നും അദ്ദേഹത്തിൻ്റെ ആകാര സൗഷ്ഠവും സന്തോഷവും സ്നേഹവും ഒക്കെ കൊണ്ട് അദ്ദേഹം മതിമറന്ന് അദ്ദേഹം തൻ്റെ സ്വന്തം പുത്രനായിട്ട് അവിടെ നിർത്തി. ഒരു കാട്ടുവാസിയായിരുന്നു അദ്ദേഹമാണ്. ഇദ്ദേഹത്തെ പല മാന്ത്രിക വിദ്യകളും പഠിപ്പിച്ചെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഈ മലങ്കാളി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് അദ്ദേഹം എല്ലാം ചെയ്തിരുന്നത്. അപ്പം അങ്ങനെയുള്ള അപൂർവമായ വിദ്യകൾ. അപ്പം ആ വിദ്യകൾ എടുത്തപ്പോൾ അതിനകത്ത് പലപ്പോഴും ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, മായാജാലം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ദ്രജാലം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കാമെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ഒരു മജീഷ്യൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ചില കൈയടക്ക വിദ്യകളൊക്കെ അദ്ദേഹം ഉണ്ടാവാം. പിന്നെ പകലിനെ രാത്രിയാക്കുകയും രാത്രിയെ പകലാക്കുകയും ചെയ്യുന്ന ഇന്ദ്രജാലം, അത് സൂര്യനെ മറച്ച കൃഷ്ണൻ്റെ കഥയൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ നോക്കുമ്പോൾ അത് കാര്യമല്ലല്ലോ. കാരണം ഒരു വലിയ സൂര്യനെ ഉദിച്ച് നിൽക്കുന്ന സൂര്യനെ മറയ്ക്കുക, രാത്രിയിൽ ഇരുട്ടിനകത്ത് പ്രകാശം വരുത്തുക, അതൊക്കെയാണല്ലോ രാത്രിയെ പകലാക്കി മാറ്റുക. അതെന്ത് തന്ത്രം ഉപയോഗിച്ചാണ് ഇവർ ചെയ്തിരുന്നതെന്നല്ല ഞാൻ പറയുന്നത്. അതെന്നും ഒരു അത്ഭുതം തന്നെയാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിൻ്റെ അത്ഭുതം നശിപ്പിക്കുകയൊന്നും വേണ്ട. ഇപ്പം മാജിക്കിൻ്റെ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സുഖം പോകുമല്ലോ. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ അത് ഇന്ദ്രജാലം എന്നറിയപ്പെടുന്നു. എന്നാൽ കടലിനെ മാറ്റി കരയാക്കി മാറ്റുക, കരയെ കടലാക്കി മാറ്റുക, അങ്ങനെ പറയുന്ന മഹേന്ദ്രജാല വിദ്യകൾ. അപ്പോൾ അച്ഛൻ ഈ കടമറ്റത്തച്ഛൻ പറയുമ്പോൾ ഈ നമ്മുടെ മുന്തിരിയുടെ ഇത് കുഴിച്ചിട്ട് അപ്പം തന്നെ കിളുത്ത് മുന്തിരി എടുത്ത് കൊടുത്ത കഥ പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ നമ്മൾ പറയുന്ന മാജിക്കിലെ ഇന്ത്യൻ മൈൻകൗട്ടറി എന്ന് പറയുന്നതായിട്ട് ഏകദേശം ഒരു സാമ്യമുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇനി മറിച്ച് ഈ പറഞ്ഞ രാത്രിയെ പകലാക്കുക, അതൊന്നും നമുക്ക് നമ്മുടെ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് അന്നത്തെ കാലത്ത് അവർ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല. അപ്പം ഇതിൻ്റെ വശങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇപ്പം ഞാൻ പറഞ്ഞത് ആ പോസ്റ്റ് ഓഫീസിൽ വെച്ച് അദ്ദേഹം ചോദിച്ചത് മാജിക് എവിടെ വരെയായി, ഇന്ദ്രജാലം പഠിച്ചോ, മായാജാലം പഠിച്ചോ, മഹേന്ദ്രജാലം പഠിച്ചോ എന്നൊക്കെ ചോദിക്കുന്നതും ഒക്കെ ആയിട്ട് വന്നപ്പോൾ എനിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. കാരണം അദ്ദേഹം എന്താണെന്ന് പറഞ്ഞത്, എടാ നീ ട്രിക്ക് മാത്രമാണോ പഠിച്ചത്, അതിനപ്പുറത്തേക്ക് ഇങ്ങനെ എന്നൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചൊരു കാലഘട്ടമുണ്ട്. ഈ ചോദിച്ചുകൊണ്ടിരുന്ന ആൾ നമ്മൾ പറയത്തില്ല ഈ അവധൂതൻ എന്നൊക്കെ പറയുന്ന പോലെ വഴിയിൽ വെച്ചാണ് ഇദ്ദേഹം ഇതൊക്കെ പറയുന്നതൊക്കെ തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെ മാജിക് പഠിപ്പിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയ രസകരമായ സംഭവമാണ്. അവൻ എൻ്റെ ശിഷ്യനായിട്ട് പഠിപ്പിച്ച് നല്ല രീതിയിൽ പഠിച്ചു. പക്ഷേ അതിൻ്റെ ഒരു കരവിരുത് അവന് കിട്ടിയിട്ടുണ്ട്.
ഇവരുടെയൊക്കെ ഒരു മാനസിക ഒരു നമ്മൾ വെള്ളത്തിലേക്ക് കല്ലിട്ട് കഴിഞ്ഞാലേ ആ കല്ലിൻ്റെ തരംഗങ്ങൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ആ തരംഗങ്ങളാണ് ഇതൊക്കെ ജീവിതമായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ അതിശക്തമായ ധാരണ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു തരംഗമായി പ്രപഞ്ചമാകെ വ്യാപിക്കുമെന്നും ആ വ്യാപിക്കുന്നതിനകത്തൂടൊക്കെ നമ്മൾ സഞ്ചരിക്കപ്പെടുമെന്നും അതിനകത്തൂടെ നമുക്ക് പലതും ലഭിക്കുമെന്നും പ്രപഞ്ചം തരുമെന്നും ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കൊച്ചുകുട്ടിയല്ല, അന്ന് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഇതൊക്കെ അത്ഭുതമായിരുന്നെങ്കിൽ എങ്ങനെയാണ് തബല വീണ്ടും പൊട്ടാതിരുന്നത്? ഇപ്പോഴും നമുക്ക് അത്ഭുതമാണ് അല്ലേ? കത്തനാര് ചെയ്ത പല വിദ്യകളും, യക്ഷിയെ പിടിച്ച് തറയ്ക്കുന്നു, ആണി കൊണ്ട് തറയ്ക്കുന്നു, യക്ഷി ചോദിക്കുന്നു എനിക്ക് ഇച്ചിരി ബ്ലഡ് ഇത് വേണമെന്ന് പറയണം, ചുണ്ണാമ്പ് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആണിയിൽ ചുണ്ണാമ്പ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് വേറെ തലത്തിലേക്ക് നമ്മൾ പോയി പിന്നീട് പഠിച്ചു കഴിഞ്ഞപ്പോൾ ആ ചുണ്ണാമ്പും ആണിയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമില്ലാതെ കടമറ്റത്ത് കത്തനാർ അത് കൊടുക്കുമോ? അപ്പം നമ്മൾ ആ ചുണ്ണാമ്പിനെ കുറിച്ച് പഠിച്ച്, ആണിയെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ അതിൻ്റെ മന്ത്ര രീതികളെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിനകത്തൊക്കെ ഉള്ള ഒരു സയൻസ് പഠിച്ചു. പിന്നെ ആണി തലയിൽ അടിച്ചു കയറ്റുന്നു, അങ്ങനെ അവളെ കൊണ്ടുവന്നിട്ട് യക്ഷിയെ കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് കൊടുത്തു എന്നും പരിചാരികയായിട്ട് നിർത്തിയെന്നും പിന്നീട് ഒരിക്കലും അമ്മ തലയിൽ പേൻ നോക്കിയ സമയത്ത് ആണി ഊരിയപ്പോൾ ഇവൾ യക്ഷിയായി പറന്നു പോയി എന്ന് പറയുന്ന കഥകളൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നു. പിന്നീട് കടമറ്റത്ത് കത്തനാരെന്ന് പറയുന്ന കലാനിലയത്തിൻ്റെ നാടകത്തിലൂടെ അത് തലച്ചോറിനകത്ത് കയറുന്നു. പിന്നെ അറിയാലോ, അങ്ങനെ ഒരു യാത്രയിലൂടെ ഞാൻ അങ്ങോട്ട് പോവുകയായിരുന്നു. ഈ യാത്ര കൊണ്ടെത്തിച്ച് വേറെ വേറെ തലങ്ങളിലേക്കും വേറെ വേറെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യരിലേക്കുമാണ്. എനിക്കിവരുടെ അത്ഭുതങ്ങളുടെ രഹസ്യങ്ങളല്ല അറിയേണ്ടിയിരുന്നത്. ഇതൊന്ന് കാണുക, ഇതൊന്ന് മനസ്സിലാക്കുക, എന്താണ് ഇതിൻ്റെ രഹസ്യമെന്നൊക്കെ പിന്നീട് അറിയുക. അറിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? സത്യം പറയട്ടെ, ഞാൻ എങ്ങും എവിടെ പോയിട്ടെടുത്തും അവരാരും എന്നെ നിരാശനാക്കിയില്ല. അവരുടെ കയ്യിലുള്ളതൊക്കെ തന്ന് എന്നെ പോഷിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പോഴും എനിക്ക് ഇത്രയും വിദ്യകൾ, ഒരുപാട് വിദ്യകൾ ഇതുപോലെ വന്നിട്ട് പല മുസ്ലിംസിൻ്റെ ഇരിക്കുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെല്ലുന്ന നല്ല ഗുരുക്കന്മാരൊന്നും തന്നെ ഇതുവരെ എന്നോട് ജാതിയോ മതമോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കടമറ്റം സമ്പ്രദായം എന്ന് പറഞ്ഞൊരു സമ്പ്രദായം തന്നെ നിലനിൽക്കുന്നത്. അതിനകത്ത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഒന്നുമില്ല. കടമറ്റ സമ്പ്രദായം, കടമറ്റ സമ്പ്രദായം. ആ സമ്പ്രദായത്തിൽ കോഴിയെ വെട്ടുക, മദ്യം വയ്ക്കുക, അങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു. അതൊക്കെ പള്ളിക്ക് വിരുദ്ധമായതുകൊണ്ട്, പള്ളിയിൽ വളരെ വ്യക്തമായൊരു ബോർഡോടുകൂടി അവരെഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സഭയ്ക്ക് വിരുദ്ധമായതുകൊണ്ട് ഇവിടെ ചെയ്യാൻ പാടുള്ളതല്ല. പക്ഷേ ഇപ്പോഴും കടമറ്റ സമ്പ്രദായം വെച്ച് ചെയ്യുന്ന പലരെയും എനിക്കറിയാം. ഞാനും അത് അഭ്യസിച്ചിട്ടുണ്ട്. കുറച്ച് കാലങ്ങളൊക്കെ ഞാനത് മനസ്സിലാക്കുകയും പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്തു. എന്തായാലും അതിൽ ഒരുപാട് കാര്യങ്ങൾ നടത്തി കൊടുക്കുവാനും പലരെയും രക്ഷിക്കുവാനും അതുപോലെ തന്നെ അവരെ ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്ന് കരകയറ്റി വിടുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ കഴിവായിട്ടല്ല ഞാൻ പറയണത്. ഈ പ്രപഞ്ചം എനിക്ക് തന്നിട്ടുള്ള നിയോഗമായിട്ടാണ് കരുതുന്നത്. അങ്ങനെ ഇതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ പലർക്കും ഇത് പറഞ്ഞു കൊടുത്തു. പക്ഷെ എങ്ങനെയാണെന്നറിയില്ല, ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏകദേശം ഒരു 70% കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 30 നടന്നിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ പറയാം, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. അപ്പോൾ ആ 30ക്ക് ഞാൻ എൻ്റെതായ പല മാർഗ്ഗങ്ങളാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്നെ ആയുർവേദം അഭ്യസിപ്പിച്ച ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൊട്ട അയൽവക്കത്തിൽ ഒരാളുണ്ടായിരുന്നു. അയാളുടെ പ്രത്യേകത വെച്ചാൽ അയാളുടെ ദേഹത്ത് ആരോ കയറിയിരിക്കുന്നു എന്നാണ് തോന്നല്. അപ്പോൾ അയാൾ ഇങ്ങനെ വണ്ണം വെച്ചിട്ട് ഇങ്ങനെ ആളെ എടുത്തുകൊണ്ട് നടക്കുന്ന പോലെ നടക്കുക. അപ്പോൾ ഗുരുനാഥൻ പറയട്ടെ, ഞാനിത് ചികിത്സ മടുത്ത് നിൻ്റെ വല്ല വിദ്യ മാജിക്ക് വല്ലതും കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞതുപോലെയാണ്. ശരി, ഞാൻ പറഞ്ഞു, നീ ജീസസ് ക്രൈസ്റ്റിനെ മനസ്സിൽ വിചാരിച്ചിട്ട് എൻ്റെ കയ്യിലൊന്ന് പിടിക്കാൻ പറഞ്ഞു. മുറുകെ പിടിച്ചോളാം. എൻ്റെ കയ്യെല്ലാം വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. മുറുകെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ മുറുകെ പിടിച്ചിട്ട് കൈ തുറക്കുമ്പോൾ നിൻ്റെ ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റാനുള്ള സിദ്ധി നിനക്ക് കിട്ടുകയാണെങ്കിൽ, നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അതിൻ്റെ ഒരു അടയാളം എൻ്റെ കൈക്കുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. അയാൾ പ്രാർത്ഥനയുടെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. കൈ തുറന്നപ്പോൾ അതിനകത്തൊരു വെള്ളി കുരിശിരിക്കണം. അപ്പോൾ ആ കുരിശോടുകൂടി ഇയാളുടെ ആ പ്രശ്നം അവിടെ കൊണ്ട് നീങ്ങുകയാണ്. അപ്പോൾ അത് സൈക്കോസോമാറ്റിക് ഡിസോർഡറോ എന്തുമായിക്കൊള്ളട്ടെ, ആ വ്യക്തി അത്രയും കാലം അനുഭവിച്ചതിനൊരു അറുതി വന്നോ ഇല്ലയോ? നമ്മൾ നോക്കുക, അവരെന്തൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഫാദർ ജി എ കപ്പലുമാക്കൽ ചെയ്യുന്ന പല വിദ്യകളും അദ്ദേഹം എന്നോട് വളരെ ഓപ്പണായിട്ട് പറഞ്ഞുതരാൻ വലിയൊരു മനസ്സ് കാണിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വായനയുടെ രീതികൾ, അതിൻ്റെ പരപ്പുകൾ, അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് ചെയ്ത ചില കാര്യങ്ങൾ, ഇതൊക്കെ അച്ഛൻ വളരെ സിമ്പിളായിട്ട് ഒറ്റയ്ക്ക് ഞാൻ ചെല്ലാൻ പറയും ചെന്നിട്ട് അച്ഛൻ എനിക്ക് വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു തരും. ഞാൻ എഴുതിയെടുക്കും, തിരിച്ചു പോരും. പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകം സൈക്കോ റിലീജിയസ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് കുറച്ചേറെ കാര്യങ്ങൾ അദ്ദേഹം അതിൻ്റെ ഹിസ്റ്ററി പോലെ പറയുന്നുണ്ട്. ഒക്കെ കിട്ടുന്നവരൊക്കെ എടുത്തൊന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും അവർ ചേരുന്ന ഗുരുക്കന്മാർ ഇതെല്ലാം നല്ലതിന് വേണ്ടിയാണ് ചേരുന്നത്. അങ്ങനെ അവസാനം അദ്ദേഹം എന്ത് ചെയ്തു, അവിടുത്തെ ഗുരുവിൻ്റെ കൂടെ, കാട്ടിലെ ഗുരുവിൻ്റെ കൂടെ ഈ മലങ്കാളിയുടെ വിദ്യകൾ ഉൾപ്പെടെയുള്ള ഇന്ദ്രജാലം, മഹേന്ദ്രജാലം, സ്തംഭനം, അഘോരം, ഘോരം എന്ന് പറയുന്ന ഒരുപാട് മലയരയന്മാരുടെ വിദ്യകളുണ്ട്. ഈ വിദ്യകൾ മുഴുവൻ അദ്ദേഹം പഠിച്ചു എന്നാണ് പറയണത്. അദ്ദേഹം തൻ്റെ മകളെയാണ് കൂടുതൽ പഠിപ്പിച്ചത്. അതിൽ കൂടുതൽ ഇദ്ദേഹത്തെ പഠിപ്പിച്ചു. അവസാനം തന്നോളം എത്തിയപ്പോൾ
തന്നെ ബഹുമാനിക്കുന്ന രീതി എന്നുള്ള രീതിയിലേക്ക് അച്ഛനെ വളരെ ഇതായിട്ട് നോക്കി. പക്ഷേ ആബേൽ അച്ഛനുമായിട്ടുള്ള ആ വേർപിരിഞ്ഞിരിക്കൽ ഇദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പോൾ ആബേൽ അച്ഛനെ കാണാനുള്ള ആഗ്രഹത്തിൽ ഇദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പോകുന്നതിന് കുഴപ്പമില്ല, എനിക്കിപ്പോൾ നിന്നെ മകനെ പോലെ കാണാനേ പറ്റുള്ളൂ, നീ പൊയ്ക്കോളൂ, പക്ഷേങ്കിൽ എന്നെ നീ മറക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് കുട്ടിക്ക് കനിയുണ്ട്, അവളുമായിട്ട് ചെറിയൊരു ഇവക്ക് അച്ഛനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളോടൊന്ന് പറഞ്ഞേക്കണം, കാരണം അവളോട് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ അവൾക്ക് പല വിദ്യകൾ അറിയാവുന്ന അച്ഛൻ്റെ യാത്രകൾ മുടക്കാനുള്ള ചില സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരോട് രണ്ടുപേരോട് യാത്ര ചോദിച്ചിട്ട് ഒരു മയക്ക് വിദ്യ ഉപയോഗിച്ചിട്ട് 3:30 സമയത്തോളം യാമത്തോളം അത് നിലനിർത്തുന്ന രീതിയിലുള്ള ടെക്നിക്കുകളാണ് മയക്ക് വിദ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മായാവിദ്യ പ്രയോഗിച്ചാണ് അച്ഛൻ അവിടുന്ന് പെട്ടെന്ന് തന്നെ പോകുന്നത്. ആ പോയ വഴിക്ക് വെച്ചിട്ട് ഒരു സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് അവിടെ ഒരു അരിമണി പോലും ഉണ്ടായിരുന്നില്ല എന്നും ആ അരിമണി ഒരെണ്ണം ഉള്ളത് തപ്പിയെടുത്തതിന് ശേഷം സ്ത്രീ വെള്ളത്തിലേക്ക് ഇട്ട സമയത്ത് നിറച്ചരികളായി വന്നു എന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സ് മാജിക്കിൽ ചൈനീസ് റൈസ് ബൗൾസ് എന്ന് പറഞ്ഞിരുന്നുണ്ട്, അരി ഇരട്ടിക്കുന്ന വിദ്യ, അങ്ങനെയുള്ളതിലേക്കും ഇന്ത്യയിലെ പലതരത്തിലുള്ള മാജിക്കുകളിലൊക്കെ പോയി. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടോ എന്നുള്ള എൻ്റെ ഒരു ചിന്ത വീണ്ടും കലശമായി എന്നെ പിന്തുടരുക തന്നെയാണ് അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴും ആ യാത്രയിൽ തന്നെയാണ്. അവിടെ നിന്ന് അച്ഛൻ്റെ ഓരോ യാത്രകളും അച്ഛൻ തിരിച്ചു ചെന്ന് ആബേലച്ഛനെ കാണുന്നു. ആബേലച്ഛൻ സന്തോഷമായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. പിന്നീട് ആബേലച്ഛൻ്റെ പല കാര്യങ്ങളും സീക്രട്ടായിട്ടുള്ള പല കാര്യങ്ങളും പഠിപ്പിക്കുന്നെന്ന് അച്ഛന്മാർക്ക് പട്ടങ്ങളുണ്ട്. ഓരോ പട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ച് നല്ലൊരു മാന്ത്രികനായിട്ട് തീർത്ത് അങ്ങനെ കടമറ്റത്തെ അച്ഛനായിട്ട് അദ്ദേഹം പറയുകയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹം കടമറ്റത്ത് കത്തനാരായി ലോകമെങ്ങും അറിയപ്പെടുന്ന ആളായി തീർന്നു. ഇതുപോലുള്ള യക്ഷികളെയും ഭൂതത്താന്മാരെയും പിടിക്കാൻ അദ്ദേഹം ജീവിതം മുഴുവൻ വിനിയോഗിച്ചു. അങ്ങനെ അവസാനം കാലഘട്ടത്തിൽ ആബേലച്ഛൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് പഴയ ഗുരുവിനെ കാണാൻ തോന്നുകയും തൊട്ട് അടുത്തുള്ള ഒരു കിണറിലൂടെ അദ്ദേഹം പാതാള കിണറെന്ന് പറയുന്ന ആ കിണർ ഇന്നും അവിടെയുണ്ട്. ആ കിണറിലൂടെ താഴേക്ക് ചെന്ന് അദ്ദേഹത്തെ കണ്ടുവന്നു. അവിടെ അദ്ദേഹം ആ പോയ സ്ഥലം പോയേടം പള്ളി എന്നുള്ള രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അങ്ങനെ എൻ്റെ യാത്ര അതിലൂടെ തുടർന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞ ഒരു വലിയ മായാലോകത്തിലേക്ക് എൻ്റെ മനസ്സ് ഇന്നും മതിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ആ യാത്രകൾ ഇതിനെല്ലാം വീണ്ടും ഉത്തേജിപ്പിക്കാനായിട്ട് എൻ്റെ ഈ ചാനൽ കണ്ടിരിക്കുന്ന ഒരാൾ നിരന്തരമായിട്ട് എന്നോട് പറഞ്ഞു ഇത് ചെയ്യണേ എന്ന്. അപ്പോൾ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും എൻ്റെ യാത്ര ഒന്നുകൂടി തുടർന്നു. അങ്ങനെ നമ്മൾ കടമറ്റം എന്ന് പറയുന്ന പള്ളിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും ഈ പറയുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങളും ഈ കിണറും ഈ പള്ളിയും പോയേടം പള്ളി ഉൾപ്പെടെയുള്ള എല്ലാ പള്ളികളും അച്ഛൻ താമസിക്കുന്ന സ്ഥലങ്ങളും ആബേലച്ഛൻ്റെ സ്ഥലങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഖബറും ഒക്കെ കാണാനുള്ള ഒരു സംവിധാനമാണ് ഈ യാത്രയിൽ ഞാൻ കൂട്ടുന്നത്. എന്നോടൊപ്പം കൂടുക, നമുക്കിതൊക്കെ ഒന്ന് കാണാം. ചരിത്രമുറങ്ങുന്ന കടമറ്റത്ത് പള്ളിയിലേക്ക് നമുക്ക് ഒന്ന് യാത്രയാവാം. ആ യാത്രയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എന്നോടൊപ്പം വരൂ. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത്ഭുതങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കുവാൻ, കുട്ടിച്ചാത്തന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കുവാൻ, നമുക്ക് ഈ മൊബൈലിനപ്പുറത്തേക്കൊക്കെ ചിന്തിക്കുവാൻ, ആ പഴയ കാലത്തേക്കൊന്ന് ഓടുവാൻ ഇതൊരുപാട് നല്ലതായിരിക്കും. നമ്മൾ വന്ന് നിൽക്കുന്നത് അതിൻ്റെ പടികളിലാണ്. നമുക്ക് ഈ പടികളിലൂടെ കടന്ന് ശരിക്കുള്ള കടമറ്റം പള്ളിയിലൂടെ കാണാം. കടമറ്റം പള്ളിയിലൂടെ സഞ്ചരിക്കാം. കടമറ്റത്ത് കത്തനാരുടെ ഖബറിനടുത്ത് നിന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹം പോയിടം നേരെ
അത്ഭുതങ്ങളിലുമൊക്കെ തന്നെ നമ്മൾ നിറയുമ്പോൾ മലയരയന്മാർക്ക് എത്രമാത്രം മാന്ത്രികത്തിലൊക്കെ ഗ്രാഹ്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. കാളിയെയും ഭദ്രകാളിയെയും ഒക്കെ പൂജിച്ച് ഉപാസിച്ചിരുന്ന ആ സിസ്റ്റമാണ് അച്ഛൻ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് മറ്റൊരു രീതിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പലതിലും മാജിക്കുകളുടെ അംശങ്ങൾ ഉണ്ടായിരിക്കാം, മഹേന്ദ്രജാലത്തിൻ്റെ അംശങ്ങൾ ഉണ്ടായിരിക്കാം, മായാജാലത്തിൻ്റെ, ഇന്ദ്രജാലത്തിൻ്റെ ഒക്കെ അംശങ്ങൾ ഉണ്ടായിരിക്കാം. ഇനിയത്തെ ഒരു തലമുറയ്ക്ക് ഒരു പക്ഷെങ്കിൽ അത് വിശ്വസനീയമാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എങ്കിലും ഈ അത്ഭുതങ്ങൾ ഒരു കഥ പോലെ, ഒരു ശാസ്ത്രം പോലെ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് കടലിൻ്റെ ഓരോ തിരകൾ പോലെ നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു അത്ഭുതമില്ലേ, ജീവിതത്തിൻ്റെ ഒരു അത്ഭുതം, ആ അത്ഭുതം എന്നും നമ്മോടൊപ്പം ഉണ്ടാവും. ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരു പക്ഷെങ്കിൽ അച്ഛൻ്റെ കാൽ